നമസ്കാരം. സിനിമ ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൈസ വന്നപ്പുറം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു നല്ലൊരു കഥ കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. കഥയുമായിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ ഒരു സംവിധായകനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ പല വിഭാഗത്തിലുള്ള സിനിമകളുണ്ട്. ഹൊറർ സിനിമകളുണ്ട്, റൊമാൻറ്റിക് സിനിമകളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള സിനിമകളുണ്ട്, അതുപോലെ തന്നെ കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥകളുണ്ട്, സിനിമകളുണ്ട്. അപ്പോൾ ഇതിലേതാണ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേണം അദ്ദേഹത്തെ കാണാൻ. കാരണം അദ്ദേഹം ചോദിക്കും ഏത് തരത്തിലുള്ള സിനിമകളാണ്. ഒരു കഥയുമായിട്ട് ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ തിരക്കുള്ള ആളായിരിക്കും. നമ്മളെപ്പോലെ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥകളുമായിട്ട് ചെല്ലുന്നുണ്ട്. അദ്ദേഹം അതെല്ലാം വിശദമായിട്ട് കേൾക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുക വൺ ലൈൻ പറയാനായിരിക്കും പറയുന്നത്. വൺ ലൈൻ എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. ആ കഥയുടെ ഒരു രത്ന ചുരുക്കം 2-3 വാക്കുകൾ പറയുകയാണ് വൺ ലൈൻ. ആ വൺലൈൻ അദ്ദേഹം കേട്ടതിന് ശേഷം അതിനകത്ത് പുതുമയുള്ള കഥയാണ്, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കഥയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അദ്ദേഹം പിന്നീട് നമ്മളുള്ള കഥ വിശദമായിട്ട് പറയാൻ ആവശ്യപ്പെടും. വിശദമായ കഥ കേട്ടതിന് ശേഷം പിന്നെ നമ്മളോട് അദ്ദേഹം ചോദിക്കുക ഇത് എവിടെ വെച്ചാണ് ഈ കഥ സംഭവിക്കുക, അല്ലെങ്കിൽ അത് ആരാണ് അതിനകത്ത് നമ്മളൊരു നായകനായിട്ട് ഉദ്ദേശിച്ചത്, അതിനകത്ത് എത്ര കഥാപാത്രങ്ങളുണ്ട്, ഇത്തരത്തിലുള്ളൊരു ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ അതിന് വിശദമായിട്ടുള്ള മറുപടികൾ പറയണം. ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് അത് സ്വീകാര്യമാവുകയാണെങ്കിൽ അദ്ദേഹം ഒരു തിരക്കഥാകൃത്തിനെ കണ്ടെത്തും. ചിലപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും ആ തിരക്കഥ ചെയ്യുന്നത്, ചിലപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും അത് സംവിധാനം ചെയ്യുന്നത്. അങ്ങനെയല്ല എങ്കിൽ അദ്ദേഹം ഒരു തിരക്കഥാകൃത്തിനെ കണ്ടെത്തി അത് തിരക്കഥയാക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ ഏൽക്കും. അപ്പോൾ കഥ കൊടുത്ത് അദ്ദേഹത്തിന് നൽകി അവിടെ വെച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നോടം വരെ നമ്മുടെ സാന്നിധ്യം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ സഹായങ്ങൾ ആവശ്യമുണ്ട്. തിരക്കഥാകൃത്തെ നമ്മെ ഏൽപ്പിച്ച് കഴിയുമ്പം നമ്മൾ തിരക്കഥ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സഹായങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളോട് ആ കഥാപാത്രങ്ങളെക്കുറിച്ചും അത് സംഭവിക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കും. ചിലപ്പോൾ സംവിധായകനും നിർമ്മാതാവും ചേർന്ന ആ കഥ മറ്റൊരു രീതിയിലേക്ക് മാറ്റും. സിനിമ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ആ തുക ഈ പ്രൊഡ്യൂസർക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതുകൊണ്ട് അവരതിനകത്ത് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം അവരതിനകത്ത് ചേർക്കും. അതെല്ലാം നമ്മുടെ അഭിപ്രായത്തോടും നമ്മുടെ സമൂഹത്തോടും കൂടിയായിരിക്കും. കാരണം ചിലപ്പോൾ അതിനകത്ത് ഓരോ സ്റ്റണ്ട് രംഗങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യും. ചിലപ്പോൾ പ്രണയങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തും. സിനിമ വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഈ സംവിധായകനും ഈ നിർമ്മാതാവും ചേർന്ന് അതിനകത്ത് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കഥ കൊടുത്തു കഴിയുമ്പോൾ പ്രതിഫലം നിശ്ചയിച്ച് അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് തന്നുകൊണ്ട് നമ്മളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമ തീരുന്നോളം വരെ അദ്ദേഹത്തോടൊപ്പം ഈ സിനിമയോടൊപ്പം ഉണ്ടാകും. ആ സിനിമയിലെ നിർമ്മാണ ഘട്ടത്തിലെല്ലാം പല മാറ്റങ്ങളും ആവശ്യമായിട്ട് വന്നേക്കാം. സാഹചര്യങ്ങളനുസരിച്ച് ആ കഥ ചിലപ്പോൾ തിരുത്തപ്പെട്ടേക്കാം. ഈ ഘട്ടങ്ങളെല്ലാം അവരോടൊപ്പം നമ്മൾ വേണം. ഒരുപക്ഷെ ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ തുക അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പല സ്ഥാപനങ്ങൾ പല സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവിടെയെല്ലാം ഒപ്പിട്ട് കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ തുക ആവശ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മളുടെ പ്രതിഫലം നിശ്ചയിച്ച് ആ തുകയ്ക്ക് നമ്മളത് പൂർണ്ണമായിട്ടും ആ കഥ അദ്ദേഹത്തിന് നൽകി എന്നുള്ള രീതിയിലൊരു ഉറപ്പ് തീർച്ചയായിട്ടും ഈ പ്രൊഡ്യൂസർ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരക്കഥയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ തിരക്കഥ ആദ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം? തിരക്കഥയെ സംബന്ധിച്ച് പല നിയമങ്ങളിലൂടെയാണ് തിരക്കഥ കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് തിരക്കഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരക്കഥാകൃത്ത് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി.